ചിറയൻകീഴ് പഞ്ചായത്ത് കമ്മിറ്റി 3 ദിവസമായി നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടക്കുവാൻ വേണ്ടി പോകുന്നത്. ഈ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുവാനായി LDFിൻ്റെ ചിറയൻകീഴ് പഞ്ചായത്തിൻ്റെ ചെയർമാൻ CPIയുടെ നേതാവ് സഖാവ് S വിജയദാസിനെ ക്ഷണിക്കുന്നു. സഖാക്കളെ, ഈ യോഗത്തിന് സ്വാഗതം അർപ്പിക്കുന്നതിലേക്ക് വേണ്ടി CPMൻ്റെ ചിറയൻകീഴ് കമ്മിറ്റി സെക്രട്ടറി സഖാവ് V സുഭാഷിനെ ക്ഷണിക്കുന്നു. മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് R സുഭാഷ്, ഈ ജാഥയുടെ ക്യാപ്റ്റനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് അബ്ദുൽ വാഹു, യോഗത്തിൽ പങ്കെടുക്കുന്ന ഏരിയ കമ്മിറ്റി അംഗം സഖാവ് P മണികണ്ഠൻ, ജാഥ മാനേജർ സഖാവ് V വിജയകുമാർ, ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ സഖാവ് S വിജയദാസ്, മറ്റൊരു വൈസ് ക്യാപ്റ്റനായിട്ടുള്ള സഖാവ് R സരിത, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാഥ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വടക്കേ അരിയതുരുത്തിയിൽ നിന്നും പഴഞ്ചിറയിലേക്ക് യാത്രയാവുകയാണ്. ഈ നാടിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്താൽ, അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ സഹായത്താൽ ഈ പഞ്ചായത്തിലുടനീളം മാത്രമല്ല കേരളത്തിലുടനീളം വലിയ തരത്തിലുള്ള വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വികസനങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് ഈ ജാഥ ഗ്രാമാന്തരങ്ങളുടെ സഞ്ചരിച്ച് പഴഞ്ചിറയിൽ ഇന്ന് അവസാനിക്കുന്നത്. ജാഥാംഗങ്ങളെ, പഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാർ, പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം അഭിമാനകരമായ നിലയിൽ ഭരണം പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഈ കേരളത്തിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുവാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ഈ വർഷത്തെ, അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും, 2 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 10 വർഷം ഏതാണ്ട് ഭരണം പൂർത്തീകരിക്കുന്ന ഒരു വേളയിലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുടർഭരണത്തിന് തുടർച്ച കിട്ടിയ, തുടർഭരണത്തിന് അവസരമുണ്ടായ ഒരു കാലഘട്ടം കൂടിയാണിത്. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ വികസനത്തിൻ്റെ വലിയ ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ വികസനത്തിൻ്റെ ഒരു വിപ്ലവമാണ് ചിറയൻകീഴ് മേഖലയിൽ, ചിറയൻകീഴ് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. വികസനം എന്നത് കേവലം
റോഡും പാലവും അതുപോലെ തന്നെ വലിയ ബിൽഡിങ്ങുകളും മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് വികസനം എന്ന കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്നത്, ഇടതുപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വികാസമാണ്. അവൻ്റെ പാർപ്പിടം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ആരോഗ്യം, അതുപോലെ തന്നെ അവൻ്റെ മറ്റ് ദൈനംദിനമുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി ഈ സന്ദർഭത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ട് 6 ലക്ഷത്തോളം പേർക്ക് വീട് ലഭ്യമാക്കിയ, 5,92,000 പേർക്ക് വീട് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം ലഭ്യമാക്കിയ സർക്കാരാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. എന്ന് മാത്രമല്ല, ഇപ്പോഴും വീടില്ലാത്ത നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും ലൈഫിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വീട് നിർമ്മിച്ച് നൽകുവാനുള്ള പദ്ധതിയുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അതാണ് ലൈഫ് ഭവന പദ്ധതി. അതുപോലെ നമ്മുടെ കേരളത്തിൽ അത്ഭുതകരമായിട്ടുള്ള കാർഷിക രംഗത്ത് ഉണ്ടായ വിപ്ലവകരമായിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിന് നേതൃത്വം കൊടുത്തത് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. 1ാം പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. അന്ന് ആരംഭിച്ച കാർഷിക രംഗത്തെ കുതിപ്പ് ഇന്ന് നമുക്കറിയാം. ചിറയിൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ പോലും ഏറ്റവും മികച്ച ഒരു കാർഷിക ഗ്രാമമായിട്ട് നമ്മുടെ ചിറയിൻകീഴ് ഗ്രാമം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഏതാണ്ട് 42 കൃഷിക്കൂട്ടങ്ങൾ, ഇന്നലെ വരെ അടുക്കളയിൽ മാത്രം നിന്നിരുന്ന അല്ലെങ്കിൽ അടുക്കളയ്ക്കുള്ളിൽ മാത്രം കഴിഞ്ഞിരുന്ന വീട്ടമ്മമാർ സംഘടിച്ച് അവർ നിരവധി ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ സ്വായത്തമാക്കി ഇന്ന് ഈ ചിറയിൻകീഴിൽ എല്ലാ വാർഡുകളിലും ഏറ്റവും നല്ല നിലയിൽ, മനോഹരമായ നിലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും അതുപോലെ തന്നെ വളവും ജൈവവളവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വൻതോതിലുള്ള കൃഷികൾ ഇന്ന് നടക്കുകയാണ്. അത് പെരുമാതുറയായിരുന്നാലും താഴമ്പള്ളി ആയിരുന്നാലും അതുപോലെ തന്നെ വടക്കേഴുത്തി ആയിരുന്നാലും തെക്കേഴുത്തി ആയിരുന്നാലും തീരദേശങ്ങളടക്കം ഇന്നലകളിൽ ഈ പ്രദേശങ്ങളിലൊന്നും നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ സാധിക്കില്ല, അതല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നാം കരുതിയിരുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാത്തരം കൃഷികളും ഈ മണ്ണിൽ സാധ്യമാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഈ കർമ്മരംഗത്ത് നമ്മുടെ വനിതകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, കാർഷിക മേഖലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് ഇടനിലക്കാരില്ലാതെ അത് വിപണനം ചെയ്യുവാനുള്ള ആഴ്ചതോറും അതുപോലെ തന്നെ എല്ലാ ദിവസവും അത് വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കർഷകർക്ക് തന്നെ നേരിട്ട് അവർ നടത്തുന്ന ആഴ്ച ചന്തകൾ ചിറയിൻകീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ കാർഷിക രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇതിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ്. കാർഷിക ഉൽപാദന രംഗത്ത് പഴം പച്ചക്കറിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ നെല്ലുൽപാദനത്തിന്റെ കാര്യത്തിൽ, അതുപോലെ മറ്റ് വിളകളുടെ കാര്യത്തിൽ എല്ലാം തന്നെ സർവകാല റെക്കോർഡാണ് ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഫലമായിട്ട് കേരളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, ഓണക്കാലത്ത് പഴം പച്ചക്കറിക്കും മുട്ടയ്ക്കും പാലിനുമെല്ലാം വില വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ പഴങ്ങളുടെ കാര്യത്തിൽ, പച്ചക്കറിയുടെ കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ വലിയ മാറ്റങ്ങൾ, വലിയ വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഏവരും സ്വയം പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതാണോ? കഴിഞ്ഞ ഈ 10 വർഷത്തിന് മുമ്പുള്ള ഒരു 10 വർഷക്കാലം നിങ്ങൾ എടുത്തു നോക്കുക. കേരളത്തിലെ
പഴം പച്ചക്കറികളുടെയും മുട്ട പാൽ ഉൽപാദനവുമെല്ലാം എവിടെയാണ് നിന്നിരുന്നത്, അന്ന് അതിന്റെ വില എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുപോലെ നമ്മുടെ സിവിൽ സപ്ലൈസ് രംഗം എന്ന വളരെ കൃത്യതയോടുകൂടി എല്ലാ ഗ്രാമാന്തരങ്ങളിലും റേഷൻ വിതരണം ഏറ്റവും മികച്ച നിലയിൽ നടപ്പിലാക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് സമരമുഖരിതമല്ലാത്ത ഒരു സെക്രട്ടേറിയറ്റ് നമ്മൾ കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ഓണക്കാലത്ത് തിരുവനന്തപുരത്ത്. കാരണം എല്ലാ ഓണക്കാലത്തും പാവപ്പെട്ട തൊഴിലാളികൾ അവന്റെ കൂലിയുടെ കാര്യത്തിൽ, അവന് ലഭിക്കേണ്ടുന്ന അലവൻസിന്റെ കാര്യത്തിൽ, ബോണസിന്റെ കാര്യത്തിൽ പട്ടിണി സമരങ്ങളുമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കഞ്ഞിവെച്ച് സമരം നടത്തിയിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സന്തോഷകരമായിട്ടുള്ള ഒരു ഓണക്കാലം എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സർക്കാരിന്റെ സഹായം ലഭിച്ചില്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എല്ലാ വിഭാഗത്തിനും അല്ലേ, ഇന്ന് നമുക്ക് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന നമ്മുടെ അമ്മമാർ, കാരണവന്മാർ, നമ്മുടെ പിതാക്കന്മാർ, അവർക്കെല്ലാം 1600 രൂപ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേർ ഇന്ന് കേരളത്തിലുണ്ട്. ഈ 62 ലക്ഷം പേർക്ക് പെൻഷൻ മുടക്കം കൂടാതെ കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നു. ഈ കഴിഞ്ഞ ഓണക്കാലത്തോടുകൂടി പെൻഷൻ കുടിശ്ശിക തീർക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തി. ഇപ്പോൾ ഏതാണ്ട് ഈ കുടിശ്ശിക മുഴുവൻ തീർത്തു കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, 1600 എന്നത് 1800 രൂപയായിട്ട് പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 1800 രൂപ പെൻഷൻ നൽകുന്ന 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ജനങ്ങൾക്കും, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും പെൻഷൻ ലഭ്യമാക്കാൻ കഴിയുന്ന മറ്റേതൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? ഈ UDF-കാരൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഈ BJP-കാരൻ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിൽ ഒരു പദ്ധതി ഉണ്ടോ? വാർദ്ധക്യകാല പദ്ധതിയിൽ ഈ പറഞ്ഞതുപോലെ കേന്ദ്രം എന്തോ തരുന്നുണ്ട് എന്നാണ് ഇവിടെയെല്ലാം BJP-കാരൻ നടന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്, കേന്ദ്രം അവിടെ വിഹിതം തരാതെ വെട്ടിക്കുറച്ചപ്പോ അല്ലെങ്കിൽ അത് തരാതിരുന്നപ്പോ 1400 രൂപയെ പലരുടെയും കയ്യിൽ കിട്ടിയുള്ളൂ. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ 200 രൂപ മാത്രമാണ് എന്നുള്ളത്. അതാണ് കേവലം ഏതാണ്ട് 22 ലക്ഷത്തോളം പെൻഷനുകൾക്ക് മാത്രമാണ് ഈ 200 രൂപ തന്നെ നൽകുന്നത്. അപ്പോ കേന്ദ്ര ഗവൺമെന്റിനോ മറ്റ് സംസ്ഥാന സർക്കാരുകൾക്കോ നൽകാൻ കഴിയാത്ത ഒരു വലിയ ആനുകൂല്യമാണ് ഈ കേരളത്തിൽ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരും എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കുന്നത് ഈ വരാൻ വേണ്ടി പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി 1800 എന്നുള്ളത് 2000 രൂപയായിട്ട് ക്ഷേമ പദ്ധതി മാറുകയാണ്. ക്ഷേമ പെൻഷൻ മാറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാകില്ല. ഒരുപക്ഷെ ലോകത്ത് അത്യപൂർവമായിട്ടേ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ പെൻഷന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ കാര്യത്തിൽ, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, നമുക്ക് ലഭ്യമാക്കേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ കൃത്യതയോടുകൂടി ലഭിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നോക്കുക. പഴയ 5 വർഷക്കാലത്തിന് മുമ്പുണ്ടായിരുന്ന റേഷൻ കടകളാണോ ഇപ്പോഴുള്ളത്? റേഷൻ കടകളുടെ എല്ലാം മുഖച്ഛായ മാറി. മറ്റേ നമ്മൾ റേഷൻ കടയുടെ അടുത്തുകൂടി പോകുമ്പോൾ നമുക്കറിയാം, അവിടുത്തെ മണം വരുമ്പോൾ നമുക്കറിയാം ഇത് റേഷൻ കടയാണ് എന്ന്. കാരണം മണ്ണെണ്ണയുടെയും മറ്റുമൊക്കെ വർഷങ്ങളോളമുള്ള കാലപ്പഴക്കം ചെന്ന അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിടന്ന് ഒരു വല്ലാത്ത ഗന്ധമാണ് നമുക്ക് റേഷൻ കടയോട് സമീപിക്കുമ്പോൾ. എന്നാൽ ഇന്ന് വൃത്തിയും വെടുപ്പുമുള്ള നല്ല മനോഹരമായിട്ടുള്ള പെയിന്റ് എല്ലാം ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള എല്ലാ ബയോമെട്രിക് സംവിധാനത്തിലൂടെ നമുക്ക് നമ്മുടെ യൂണിറ്റ് അരി വാങ്ങാൻ, ഗോതമ്പ് വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനം അല്ലേ?
എന്റെ റേഷൻ എനിക്ക് മാത്രമേ വാങ്ങാൻ കഴിയൂ. അല്ലാതെ പണ്ടത്തെ പോലെ റേഷൻ കടക്കാർക്ക് പതിച്ചെടുത്ത് മറിച്ചു വിൽക്കാൻ കഴിയില്ല. നമ്മൾ ബയോമെട്രിക് ആയിട്ട് നമ്മുടെ കൈ വിരലടയാളം അതിൽ പതിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് ആർക്കും അരിയും മറ്റു സാധനങ്ങളും വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പൊ എത്രമാത്രം ശാസ്ത്രീയമായിട്ട് ആധുനികതയെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഈ റേഷൻ കടകൾ പോലും ഇന്ന് പ്രവർത്തിക്കുന്നത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ സാധാരണക്കാരനെ സംബന്ധിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് പിന്നെ അത്യാവശ്യമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ വഴികളാണ്. നമുക്ക് ആഹാരം വേണം, ഞാൻ പറഞ്ഞതുപോലെ കിടക്കാൻ വീട് വേണം, പിന്നെ നമുക്ക് നടക്കാൻ വഴിയുണ്ടാകണം. നല്ല വൃത്തിയും വെടുപ്പുമുള്ള മനോഹരമായിട്ടുള്ള റോഡുകൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിലെ നാഷണൽ ഹൈവേ ഇന്ന് 45 മീറ്റർ വീതിയിൽ കാസർഗോഡ് നിന്ന് ഇവിടെ പാറശാല വരെ ചെന്നെത്തുന്ന അതിബൃഹത്തായ ഒരു പദ്ധതി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം അത് യാഥാർത്ഥ്യമാകുകയാണ്. കാരണം എന്താണ്? 10 വർഷക്കാലം അലമാരയ്ക്കുള്ളിൽ പൂട്ടിവെച്ചിരുന്ന ഒരു ഫയലാണ് നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടുക എന്നുള്ളത്. അന്ന് ആന്റണി പറഞ്ഞതെന്താ? ആന്റണി പറഞ്ഞു കേരളത്തിൽ ഇത് പ്രായോഗികമല്ല. ഉമ്മൻചാണ്ടി പറഞ്ഞതെന്താണ്? കേരളത്തിൽ ഇത് സാധ്യമല്ല, ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കേരളത്തിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കേരളത്തിൽ 30 മീറ്റർ വീതിയിലുള്ള റോഡ് മതി, 30 മീറ്റർ വീതിയുള്ള ഹൈവേ മതി എന്നാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയും പറഞ്ഞതെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ഫയൽ ഞങ്ങൾ മടക്കിയിരിക്കുകയാണ്, ഇനി അത് സാധ്യമല്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് കേരളത്തിന് മറ്റ് സ്റ്റേറ്റുകളിലുള്ളതുപോലെ, മറ്റ് സ്റ്റേറ്റുകളിലുള്ള ഹൈവേ പോലെ നാഷണൽ ഹൈവേ ഇവിടെയും ഉണ്ടാകണം. അതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു അതിന് നിങ്ങൾ 1/4 ഭാഗം 25% തുക സംസ്ഥാന സർക്കാർ നൽകണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ ഏറ്റെടുക്കുന്ന ഭൂമി ഉപയോഗിച്ചുകൊണ്ട് വീതി കൂട്ടി 45 മീറ്റർ വീതിയുള്ള റോഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ 25% തുക സ്ഥലമേറ്റെടുക്കുന്നതിന് കേരള സർക്കാർ നമ്മൾ ഇവിടെ പിരിക്കുന്ന പാവപ്പെട്ടവരിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് പിരിക്കുന്ന നികുതി അടക്കമുള്ള തുക കൊണ്ട് 25% തുക അടച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് പണി ആരംഭിച്ചത്. ഇപ്പൊ ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തൊരു മാറ്റമാണ് നമ്മൾ നാഷണൽ ഹൈവേയിൽ വന്നിരിക്കുന്നത്. ഞാനിത് പറയേണ്ടത് കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഇത് ആരാ കൊണ്ടുവന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരല്ലേ? ഇവിടുത്തെ യു.ഡി.എഫുകാരാണോ? ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്ത് വികസനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളത്. ഇവിടെ ബണ്ടാണ്. നമുക്കറിയാം വടക്കേരത്തിൽ പണ്ട് നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്ത് പോയിക്കൊണ്ടിരുന്നത് കടത്ത് കഴിഞ്ഞാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഇവിടെ നമ്മൾ അപ്പുറത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അനധികൃതമായിട്ട് അനധികൃതമായിട്ടാണ് നമ്മൾ നിർമ്മിച്ചത്. സത്യത്തിൽ ഇത് TS കനാലാണ്, ട്രാവൻകൂർ-ഷൊർണൂർ കനാൽ. ഈ ട്രാവൻകൂർ-ഷൊർണൂർ കനാൽ എന്ന് പറയുന്നത് കോവളം മുതൽ ഷൊർണൂർ വരെയാണ്. ഈ കനാലാണ് വർക്കല തുരപ്പിലൂടെ കടന്നു പോകുന്നത്. ഈ കനാല് ദേശീയ ജലപാതയായി ഏറ്റെടുത്തു. ആരുടെ കാലത്ത്? V.S. അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇൻലൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് അളന്ന് കല്ലുകളിട്ട് ഇത് നാഷണൽ വാട്ടർവേ ആയിട്ട് അംഗീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവഴി ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് ആരംഭിച്ചു. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പൂർത്തീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പുതിയൊരു പാലം വരാൻ വേണ്ടി പോവുകയാണ്. ഇവിടത്തെ പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ കടകത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ കാണാം, അവിടെയും ഇതുപോലെ ഒരു ബണ്ടുണ്ട്.
ആ ബണ്ട് മാറ്റി അവിടെ പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 60% പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ വരുന്ന മാസങ്ങളിൽ ഇവിടെ പാലത്തിന് പണി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഒന്നുള്ളത് അപ്പുറത്താണ് പുതുക്കരി തെക്കേയെടുത്തി കരകളെ ബന്ധിപ്പിക്കുന്ന അവിടെയും നമ്മൾ ഇതുപോലെ ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ബണ്ട് മാറ്റിയിട്ട് വാഹനം പോകുന്ന പാലം അവിടെയും ഏതാനും മാസങ്ങൾക്കകം തന്നെ അതിന്റെ പണി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതുവഴി ബോട്ട് സർവീസ് ഉണ്ടാകും. ആ ബോട്ടിൽ കയറി നമുക്ക് കൊല്ലത്തോ ആലപ്പുഴയിലോ ഒക്കെ പോകാം. ടൂറിസ്റ്റുകൾ ഇതുവഴി സഞ്ചരിക്കും. ടൂറിസ്റ്റുകൾ ഇടതടവില്ലാതെ യാത്ര ചെയ്യുകയല്ല ചെയ്യുന്നത്. അവർ ഓരോ സ്ഥലത്തും ഇറങ്ങി അവിടെ ഇരുന്ന് കാപ്പി കുടിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഹട്ടുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ വിശ്രമിച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ടൂറിസം എന്നത് നമ്മുടെ ഒരു ഉപജീവന മാർഗത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ചെറുതും വലുതുമായ കൈത്തൊഴിലുകൾ, ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ഒക്കെ തുടങ്ങുവാനുള്ള വലിയൊരു അവസരമാണ് ഈ നമ്മുടെ നാട്ടിൽ വരാൻ വേണ്ടി പോകുന്നത്. തൊട്ടപ്പുറത്ത് നമുക്ക് അതിവിശാലമായിട്ടുള്ള കായൽപ്പരപ്പുണ്ട്. ഈ കായൽപ്പരപ്പിനെ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ടൂറിസം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും വെസ്റ്റ് കോസ്റ്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പടിഞ്ഞാറൻ മേഖലയിലെ തീരദേശ പടിഞ്ഞാറൻ മേഖല യോജിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും ബൃഹത്തായിട്ടുള്ള ടൂറിസം പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 6 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഇവിടെ നടത്തിയ നവകേരള സദസ് ഉണ്ടല്ലോ, നവകേരള സദസ് നടത്തിയപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരനും അതുപോലെ തന്നെ കുറെ ചാനലുകാരും ഒക്കെ പറഞ്ഞു ഇത് ആർഭാടമാണ്. 22 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നതാണ് ആർഭാടം. 22 മന്ത്രിമാർ ഒരു ബസ്സിനകത്ത് സഞ്ചരിക്കുന്നു, KSRTC ബസ്സിൽ. അത് വലിയ ആർഭാടമാണ്. പണമെല്ലാം ദൂർത്തടിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ടുള്ള പ്രയോജനമാണ് അന്ന് നമ്മൾ കൊടുത്ത ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടൂറിസം വികസന പദ്ധതി ചിറയൻകീഴിലേക്ക് വരുന്നത്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ പൊഴിമുഖത്ത്, നമ്മുടെ കായൽ തീരത്ത് അവിടെയെല്ലാം സാഹസിക ടൂറിസം അടക്കമുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ വരാൻ വേണ്ടി പോകുന്നു. ഞാൻ വിശദമായി പറയുന്നില്ല. അതുപോലെ നമ്മുടെ മുതലപ്പൊഴി നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ഫിഷിംഗ് ഹാർബറായിട്ട് അത് രൂപാന്തരപ്പെടുത്താൻ 177 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് അനുവദിച്ചത്. അതിന്റെ 12% പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി കാണാം. അങ്ങനെ പുതിയൊരു തുറമുഖമായി ഇത് മാറുകയാണ്. 177 കോടി രൂപ ഈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുതലപ്പൊഴിയിലേക്കാണ് വന്നിരിക്കുന്നത്. മുതലപ്പൊഴിയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന കച്ചവടക്കാരും തൊഴിലാളികളും കയറ്റുമതിക്കാരും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിൽ നിന്നും ഒക്കെ വന്നും പോയി നിൽക്കുന്ന 10,000-കണക്കിന് ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ളതാണ് ഈ മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബർ എന്നുള്ളത്. ആ മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറായിട്ട് മാറുകയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം പോർട്ടിന്റെ വികസനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതുപോലെയാണ് ചിറയൻകീഴ് താലൂക്കിനെ സംബന്ധിച്ച്, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറിന്റെ വികസനം. ആ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിന് 177 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ആ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് മാത്രമാണോ? നമുക്ക് ഏറ്റവും വലിയ ഗതാഗത കുരുക്കുണ്ടാക്കിയിരുന്ന ഒന്നാണ് റെയിൽവേ ഗേറ്റുകൾ. ആ റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു മേൽപ്പാലം എന്നത് ഏതാണ്ട് കഴിഞ്ഞ 50 വർഷക്കാലമായി നമ്മുടെ ചിറയൻകീഴിന്റെ ഏറ്റവും വലിയ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. ആ ചിരകാല സ്വപ്നം സഖാവ് VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, സഖാവ് ആനത്തലവട്ടം ആനന്ദൻ MLA ആയിരിക്കുമ്പോഴാണ് 5 കോടി രൂപ ആദ്യമായിട്ട് മേൽപ്പാലത്തിന് വേണ്ടി അനുവദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലമെടുപ്പ് ജോലികൾ ആരംഭിച്ച് സ്ഥലം അക്വയർ ചെയ്ത് ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. 33 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിനുശേഷം ഏതാണ്ട് 38 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ ചിരകാല സ്വപ്നമായിട്ടുള്ള വികസന പദ്ധതി അതിന്റെ പൂർത്തീകരണ വേളയിലാണ് ഇപ്പോൾ.
അത് മാത്രമാണോ, നമുക്ക് ചിറയിൻകീഴ് മഞ്ചാടിമൂട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബൈപ്പാസ്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തൊട്ടപ്പുറത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു 7 നില മന്ദിരം അല്ലെ, ചിറയിൻകീഴിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു കെട്ടിടമാണ് ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനത്തോടു കൂടിയ, അത്യാധുനിക സംവിധാനത്തോടു കൂടിയിട്ടുള്ള താലൂക്ക് ചിറയിൻകീഴ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിർമ്മിച്ചിട്ടുള്ള കിബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള 70 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം. അതുപോലെ ചിറയിൻകീഴ് പഞ്ചായത്ത് അവരുടെ പരിമിതമായിട്ടുള്ള വരുമാനത്തെ ഘട്ടം ഘട്ടമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേവലം റോഡും പാലവും അല്ല, അതിനപ്പുറം നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരുമിച്ചിരിക്കാൻ, നമുക്ക് ഒരുമിച്ച് സമ്മേളിക്കാൻ, ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു വേദിയിൽ പങ്കെടുക്കുവാനുള്ള ഒരു പൊതു ഇടം വേണം. അതാണ് കമ്മ്യൂണിറ്റി ഹാൾ. ജീവനോന്മുഖമായ കമ്മ്യൂണിറ്റി ഹാളിനെ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ അതിമനോഹരമായിട്ടുള്ള 3 നില കെട്ടിടം കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചു ചിറയിൻകീഴ് ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കണ്ണിലും കാതിലും എല്ലാം എത്തത്തക്ക നിലയിൽ എത്ര വികസന പ്രവർത്തനങ്ങൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ റോഡ് ഇപ്പോ ആദ്യഘട്ടത്തിൽ നമ്മൾ MLA റോഡായിട്ടാണ് എടുത്തത്. ആനന്ദണ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ, ആനന്ദണ്ണൻ MLA ആയിരിക്കുമ്പോഴാണിത് MLA റോഡിന്റെ പട്ടികയിൽപ്പെടുത്തുന്നത്. ഇതിപ്പോ വീണ്ടും പൊളിഞ്ഞു കിടക്കുക. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് നേരത്തെ ചെയ്തത്. ഇപ്പൊ വീണ്ടും ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ മുടക്കി ഇതിന് ആവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ASI അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഏതാനും നാളുകൾക്കുള്ളിൽ ഈ റോഡിന്റെ പണി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ, അതിനകത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്. അങ്ങനെ വികസന രംഗത്ത് ഒരു പുതിയ കാൽവയ്പ്, ഇന്നലെ വരെ കേരളം കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ. നമ്മുടെ സ്കൂളുകൾ അല്ലേ, നിങ്ങൾ ഏതെങ്കിലും സർക്കാർ സ്കൂളിൽ പോയാൽ പുതിയൊരു കെട്ടിടം നിർമ്മിക്കാത്ത ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളുണ്ടോ? പുതിയ കെട്ടിടം പഴയതുപോലത്തെ കെട്ടിടമാണോ? അല്ല. മനോഹരമായ ടൈലുകൾ പാകിയ, മനോഹരമായി കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ കസേരയും ഡെസ്കും ഒക്കെയുള്ള, നല്ല ഡിജിറ്റൽ സ്ക്രീനുകളുള്ള, നല്ല എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂമുകളാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ഈ ഗവൺമെന്റാണ് ഉണ്ടാക്കിയത്. സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റാണ് ഉണ്ടാക്കിയത്. ആ ഗവൺമെന്റിന്റെ വരാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ മത്സരമാണ്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഈ നടപ്പിലാക്കിയ പദ്ധതികളുടെ 1% പോലും വരില്ല. നിങ്ങൾ ഓരോന്നായി മനസ്സിലാക്കുക. ചിറയിൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഒരു പുസ്തകം അച്ചടിച്ച് ഇവിടെ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ട് നാളെയുടെ ഭാവി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിലാണ് ഈ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമായി കുടികൊള്ളുന്നത് എന്നുള്ള സത്യം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വരാൻ വേണ്ടി പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഈ ചിറയിൻകീഴിന്റെ അന്തസ്സ്, ഈ ചിറയിൻകീഴിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മേൽക്കൈയുള്ള നേതൃത്വമുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി ഈ ചിറയിൻകീഴിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം വരണം. അതിനായി നിങ്ങളുടെ എല്ലാം മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ ആ നിലയിലേക്ക് രൂപപ്പെടണം. ഞങ്ങളുടെ പ്രചാരകരായും പ്രവർത്തകരായും നിങ്ങൾ ഓരോരുത്തരും മാറണമെന്ന് വിനയപൂർവ്വം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ കാൽനട പ്രചരണ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ.